സാറേ ഈ വില്ലേജ് ഓഫീസർ ഇല്ലേ? വില്ലേജ് ഓഫീസർ ലീവാ. എവിടെ പോയതാ? എവിടെ പോയതാ, എപ്പോഴും പോയതാ, ഇനി എപ്പോൾ തിരിച്ചു വരും, എന്ന് വരും എന്നൊന്നും ഞങ്ങളടുത്ത് ചോദിക്കരുത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊന്നും അറിയത്തില്ല. ഞങ്ങൾ രണ്ട് രക്തസാക്ഷികൾ ഇവിടെ ഇരുത്തിയിട്ട് എന്നും പോകും. നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടേ? അല്ല, ഞാൻ 2 ദിവസം മുമ്പോട് വന്നിനി. മുമ്പൊരു സ്ഥലത്തിൻ്റെ കാര്യമായിട്ടാണ് വന്നിനി. അന്ന് പറഞ്ഞു കൊടുക്കി. നമ്മുടെ ഈ പഞ്ചായത്തിലെ ആ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 6 സെൻറ്റ് സ്ഥലമുണ്ട്. അത് വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പുറമ്പോക്കാന്നാ പറഞ്ഞു. അതൊന്ന് ശരിയാക്കി തരണം. ചേട്ടന്റെ പേരെന്താ? സുഗതൻ. പരാതി തന്നത് ഞാനാ. ഇത് ഏതാ സ്ഥലം എന്നറിയാമോ? ഇല്ല. കമ്മ്യൂണിറ്റി ഹാൾ കെട്ടാൻ പോണില്ലേ, അതിനകത്ത് പെട്ട സ്ഥലം. അതെ, ആ. ചേട്ടൻ പരാതി തന്നപ്പോ തന്നെ ഞാനത് നോക്കിയായിരുന്നു. കേരളത്തില് ഭൂപരിഷ്കരണം വന്ന നാള് മുതൽ അത് പുറമ്പോക്കില്ല. അല്ല, അതെങ്ങനെ അങ്ങനെ വരരുത്. അതെന്റെ അച്ഛന്റെ മുതലാ. എന്റെ അച്ഛൻ എനിക്ക് തന്നതാണത്. നിങ്ങൾ വെറുതെ അറിയാതെ ഓരോന്ന് പറയാട്ടോ. ചേട്ടാ, മുൻരേഖകളെല്ലാം പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് അത് പുറമ്പോക്കെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതെ. പിന്നെ ചിലപ്പോ ചേട്ടന്റെ അച്ഛനും അമ്മയായിട്ട് വഴക്ക് കൂടിയപ്പോൾ അച്ഛനെ വീട്ടിൽ നിന്ന് അടച്ചിറക്കി അച്ഛൻ അവിടെ പോയി പുറമ്പോക്ക് കിടന്നിട്ടുണ്ടാവും. പക്ഷെ അത് പതിച്ചു തരണമെന്നൊന്നും പറയരുത്. കാരണം അച്ഛൻ ഇനി വീണ്ടും എവിടെയൊക്കെ പിണങ്ങി പോയി കിടന്ന് അവിടെ എല്ലാം പതിച്ചു തരണമെന്ന് ഇവിടെ ഞങ്ങൾ അടുത്ത് പറയും. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചതാ. അല്ല, അതൊന്നും ഇപ്പൊ കയ്യിലില്ല. അതൊക്കെ അന്നത്തെ ബോംബേറിൽ കത്തിപ്പോയില്ലേ. അതിർത്തിന്നാണോ? കാശ്മീരൊന്നും നമ്മുടെ വില്ലേജിൽ പെടൂല. അതല്ലാന്ന്, ഇത് 2 പാർട്ടിക്കാർ തമ്മിൽ. ഇയാളും ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ ഇയാളെ എതിർ പാർട്ടിക്കാർ ബോംബ് എറിഞ്ഞതാ. അങ്ങനെ അച്ഛനൊരു ബോംബ് ഉണ്ടാക്കി അങ്ങാടെ എറിഞ്ഞു. അത് പൊട്ടിയില്ല. അവരുണ്ടെന്നത് വീട്ടിലിട്ടപ്പോ പൊട്ടി. അപ്പൊ വീടും പോയി, കാലും പോയി, രേഖയും പോയി, എല്ലാം പോയി. പുറമ്പോക്കിലായി. അല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഹാള് വരുന്നുള്ള ഉറപ്പാ? പിന്നെ ചതിയായി പോയിട്ടത്. അതൊന്നും വരില്ല. അതെങ്ങനെ വരിക? അത് വരും. അതെ ചേട്ടാ, നാട്ടിൽ എന്തായാലും ഒരു വികസനം വരാൻ പോവുക. ഇനി ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ഹാളൊക്കെ പണിഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ വന്നാൽ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് അതൊക്കെ കണ്ട് ആസ്വദിക്കുക. അത് എൻ്റെ തന്നെ തന്നെ വേണം ഈ കമ്മ്യൂണിറ്റി ഹാളൊക്കെ. അല്ലേ, ഞാനെന്താ പറയണറിയോ, എൻ്റെ കയ്യിലുള്ള രേഖകളല്ലേ നശിച്ചു പോയുള്ളൂ. ഞാൻ കരടച്ചതിൻ്റെ രേഖകൾ ഇവിടെ കാണുമല്ലോ, അതൊന്ന് നോക്കി നോക്കാം. ബെസ്റ്റ്. ഇവിടെ രേഖകള് എന്റെ ചേട്ടാ, ഇവിടെ 100,000 ഫയലുകൾ ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയാ? അതെ, അത് മാത്രമല്ല, റീസർവേക്ക് മുമ്പുള്ള എല്ലാ ഫയലുകളും നമ്മൾ കത്തിച്ചു കളഞ്ഞു. ഇപ്പൊ ഫ്രഷ് മാത്രമേ ഇവിടെ ഉള്ളൂ. കിട്ടാൻ ഒറ്റ വഴിയില്ല. വേറെ ഒരു വഴിയില്ല ഇനിയിപ്പോ. ഇനിയിപ്പോ പെരുവഴി. അരേ, മനസ്സിനെ ശരിക്കും അറിയാം നിങ്ങൾക്ക്? ഇല്ല. ഇയാളെ ശരിക്കുള്ള പേര് സുഗതൻ എന്നല്ല, പിന്നെ മിന്നൽ സുഗതൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടത്. പഴയ രാഷ്ട്രീയത്തിൽ പുലിയാന്ന്. നമ്മളെ പഴയ റവന്യൂ മന്ത്രി ഇല്ലേ, സത്യശീലൻ പിള്ള, മൂപ്പര ബലം കയ്യല്ലേ. അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ഉള്ള ഒരു പരിഗണന അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കൂലേ? അതെ, വലങ്കൈ അല്ലല്ലോ, അതെ, മന്ത്രിയൊന്നും അല്ലല്ലോ. അതെ, അധികം പറയണ്ട. ഈ സത്യശീലൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ? ഒരു കാര്യവും നടക്കത്തില്ല. ഇവിടെ ഇപ്പോഴും നിലവിലുള്ള വകുപ്പ് മന്ത്രിയുടെ PA ദിവസവും പല കാര്യങ്ങളും വിളിച്ചു പറയണ്ട, അതുപോലും നടക്കുന്നില്ല. പിന്നെയാണ് ഇനി പഴയ മന്ത്രി വിളിച്ചു പറഞ്ഞാൽ. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ മന്ത്രി ചെന്ന് കാണും. കാണേണ്ട കാര്യമൊന്നുമില്ല, നമുക്കൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ എണീക്ക്. അതിനയാൾ പഴയ മന്ത്രിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ആര് ഭരിക്കണം വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള കഴിവ് സത്യശീലനുണ്ട്. ചേട്ടാ, നാളെ നിങ്ങൾ വന്നിട്ട് സെക്രട്ടേറിയറ്റ് എന്റെ അച്ഛന്റെ സ്ഥലത്തിരിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പതിച്ചു തരുവോ? അതൊക്കെ വേണ്ടപ്പെട്ടവര് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളല്ല, നിങ്ങളുടെ അപ്പുറത്തുള്ളവരെ എഴുതി കൊടുക്കും. ഞങ്ങളെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന നമ്മള് കണ്ട് കയറി വന്നപ്പോഴേ കണ്ട് നിങ്ങൾ സത്യസന്ധ. ആ കളവന്റെ മേലെ നിങ്ങൾ എണീക്കുന്നു. അതെ, ഈ 6 സെന്റ് എന്റെ ഭൂമിയാന്ന് ഞാൻ തെളിയിച്ചിട്ട് എന്നെ കൊണ്ട് പഴയ വേഷം നാണം കെടാനുള്ള സമയം കളഞ്ഞിട്ട്. അല്ല ശ്യാമള മാഡം, ഈ വരുന്ന എല്ലാ വയസ്സൻ ടീമുകൾക്കും എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇത് എന്ത് ആവേശമാണ് നോക്കി. രാവിലെ മോന് ചീത്തയാക്കണതാ. ഇതിനൊന്നും പതറരുത്. ഇതൊന്നും അല്ല മാഡം. ഈ പറഞ്ഞില്ലേ, ഓഫീസ് മാറി ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടെ ഇവിടെ ഇരിക്കുമ്പോൾ കാണാം എന്തൊക്കെ നടക്കുമെന്ന്. അച്ഛാ, ഇവിടെ തുപ്പല്ലേ. എവിടെ തുപ്പണ്ടാത്തൊന്നൊക്കെ അറിയാം. നിങ്ങൾ എന്തിന് ഇംഗ്ലീഷ് പത്രം വായിച്ചോണ്ടിരിക്കുക? വല്ല മനസ്സിലാവും ഇത്. അല്ല, ചിത്രം നോക്കൂടെ? അല്ല മൊയ്തുക, 3-3.5 മണിക്കൂറായി നമ്മൾ ഇരിപ്പ് തുടങ്ങിയിട്ട്. സാർ ഇന്ന് എത്തുമോ? അല്ല, എന്തായാലും ഇന്ന് സത്യശീലൻ പിള്ള സാറിനെ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ കേട്ടോ. പിന്നെ ഒരു ദിവസം പറഞ്ഞാൽ എനിക്ക് നേരം കിട്ടൂല. അത് ശരിയാണ്, എനിക്കും നേരം ഉണ്ടാവില്ല. എന്ത് നേരമില്ല? എൻ്റെ പെണ്ണുമുള്ള വരുന്ന കാത്ത് വീട്ടിലെ കുത്തിരിക്കലല്ലേ പണി. ഞാനെന്ത് ചെയ്തിട്ട് സാറ് നല്ല തിരക്കിലാണ്. നിൽക്കാൻ സമയം നിന്ന് തിരിയാൻ സമയമില്ല. അതെ, റൂമല്ലേ ശരി, റൂം ശരിയാക്കിയിട്ടേ
നീ റൂം ശരിയാക്കിയില്ലേ? റൂമൊക്കെ ശരിയാക്കിയില്ലേ? എവിടെ? ഒക്കെ വിളിച്ചോ റെഡിയാക്കിണ്ടേ? ഉറപ്പല്ലേ? ഉറപ്പാ. സാറേ റൂമെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, റെഡിയാണ്. സാറേ ഇന്ന് വൈകുന്നേരം ഡൽഹി പോകും. സമാധാനായി. അതെ, അല്ല ഈ സത്യശീലൻ പിള്ള സാർ എപ്പോഴാ വരിക? അത് പറഞ്ഞപ്പോഴാ ഭക്ഷണക്കാരൻ റെഡിയാക്കിയാ? അതൊക്കെ റെഡിയാന്ന്. പൊടിയേരി കഞ്ഞി പറ്റൂ. പക്ഷെ അതൊക്കെ എനിക്ക് അറിയില്ലേ. റെഡിയാണ്. അല്ല ഈ സാറ് എങ്ങടെ പോയിരിക്കണേ? അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്കോ? അതിന് വഴിയില്ലല്ലോ. അതെ, അതിലെ പോകേണ്ട വഴി അടച്ചോ? അതല്ല, സാറൊരു യുക്തിവാദിയല്ലേ, ദൈവം മിഥ്യയാണെന്നൊക്കെയാ പ്രസംഗിക്കാറ്. അതൊക്കെ ജനങ്ങളോട് പറഞ്ഞല്ലേ മാഷേ. സാറിന്റെ മകൻ അമേരിക്കയിലെ ഡോക്ടറാണല്ലോ. ആ മകന്റെ ചെറിയ മോന്റെ പിറന്നാളായിരുന്നു. അപ്പൊ അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാലോ. വാക്കൊന്നും പ്രവൃത്തി വേറൊന്നും. കിട്ടോ ഇയാളെന്തിനാണ് കൂറിടുന്നത്? സാറിനെ കാണാൻ അതിരെ അവരെ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. ആരാണ്? ആണോ? എടോ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ടേ വീട്ടിനകത്ത് ഒരാളെ കയറ്റിയിരുത്താം. അല്ലാതെ കണ്ട മാഞ്ഞാണന്മാരെ മുഴുവനെ കയറ്റിയിരുത്തുകയാണോ നിങ്ങൾ? സാറിന്റെ പാർട്ടിക്കാരാണ്. എൻ്റെ പാർട്ടിക്കാരാണെങ്കിൽ നമസ്കാരം. അല്ല, നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളേക്കൂല, മൂപ്പരേക്കും. മൂപ്പരങ്ങളെ ചങ്ങായി. അതാരാ? സുഗതേ. പണ്ട് പാർട്ടി പ്രവർത്തനത്തിലൊക്കെ ഇപ്പൊ കോഴിക്കോടാ താമസം. ഓ, മിന്നൽ സുഗതൻ. എടോ മിന്നൽ സുഗതനായത് ആണോ? കണ്ടതിൽ വലിയ സന്തോഷം കേട്ടോ. അല്ല, തന്റെ തലമുടിയൊക്കെ നരച്ച് ശരീരമൊക്കെ ക്ഷീണിച്ചത് വടിയും കുത്തിപ്പിടിച്ച് തന്നെ ഇപ്പൊ ഒന്നിനും കൊള്ളൂല്ലേ? അല്ല, ഇതൊക്കെ ആരാ? ഇതെന്റെ മകനാ, പാരിജാതൻ. എന്താ ചെയ്യണ പാരിജാതൻ? അങ്ങനെയൊന്നുമില്ല, ഈ ഡെയിലി പേയ്മെന്റ് ജോബാണ്. എന്ന് വെച്ചാ കൂലിപ്പണിയാ. ഓ, അതിനെ കൂലിപ്പണി എന്ന് പറയാനോ അല്ലേ? ഇയാള്? ഞാൻ മൊയ്തു. എന്താ ജോലി? ഞാൻ ബ്രോക്കറാണ്. എന്ത് ബ്രോക്കർ? എന്നാ ഇരിക്കും. എന്നിട്ട് എന്തൊക്കെയുണ്ട് സുഗത വിശേഷങ്ങൾ പറ. ഒരു 5-8 കൊല്ലം മുമ്പേ നമ്മുടെ പാർട്ടി ശത്രു ഉണ്ടല്ലോ, BDF രാഘവൻ, ഒരു പ്രശ്നം ഉണ്ടായില്ലോ, ഒരു ഒരസലേ. അതൊക്കെ പഴയ കഥകളല്ലേ, അതിപ്പോ പറയണ്ടല്ലോ, അതൊക്കെ മാറി വരില്ലേ. അല്ല, എന്നാലും അന്നത്തെ പ്രശ്നത്തില് രാഘവനും കൂട്ടരും വീട്ടിലേക്ക് ബോംബെറിഞ്ഞല്ലോ. ബോംബേറുണ്ടായോ? അവര് വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞപ്പോ അച്ഛൻ ഇറങ്ങി ഓടി. അവര് പുറകെ ഓടിച്ചിട്ട് കാല് തല്ലി ഓടിച്ച്. അന്ന് ഞങ്ങൾ അവിടെ നാടും വിട്ടു. അല്ല, എന്നിട്ട് നിങ്ങൾ എന്താ എന്നെ അറിയിക്കാതിരുന്നത്? അന്ന് എന്നെ അറിയിക്കണ്ടേ? അല്ല, അച്ഛന്റെ ഓട്ടത്തിന്റെ ഇടക്ക് നേരം കിട്ടി കാണൂല. നല്ലൊരു പ്രസ്താവന ഇറക്കായിരുന്നു. നല്ലടോ സാർ എത്ര പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോ സുഗത, എനിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ട് വേറെ ദിവസം വാ. അല്ല, അതിപ്പോ സുഗതപ്പ് ഈ അവസ്ഥയിൽ വരണമെന്നില്ല. മകനെ പറഞ്ഞയച്ചാൽ മതി. അപ്പൊ നമുക്ക് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം കേട്ടോ. അതല്ല, വേറൊരു പ്രശ്നമുണ്ടേ. വേറെന്താ പ്രശ്നം? അത് സാറ് റവന്യൂ മന്ത്രി ആയിരുന്ന കാലത്തെ മൂപ്പർക്ക് ഒരു 6 സെന്റ് ഭൂമി കിട്ടിയില്ലല്ലോ. 6 സെന്റ് ഭൂമി കിട്ടിയത്? ഇതൊക്കെ അങ്ങനെ ഉറക്കം വിളിച്ചു പറയാ? ഇയാടോ, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സഹായിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ ഇപ്പൊ ശനിദശയാണ്. ഇപ്പൊ എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുക. അല്ല, അതതിന് അങ്ങനെ കിട്ടിയതല്ല, അതിന്റെ അച്ഛന്റെ അവകാശം എനിക്ക് കിട്ടിയതല്ലേ. അച്ഛന്റെ അവകാശം കിട്ടിയതാണ്. ഞാൻ വേറെ ശരി. എന്നിട്ട് അല്ല, അപ്പൊ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, അതെനിക്ക് വിൽക്കാൻ പറ്റണില്ല. ഇതാക്കണ ബ്രോക്കർ പറഞ്ഞാൽ പോരെ? അത് നമ്മളെ കൊണ്ട് പറ്റൂല, അത് പുറമ്പോക്കാണ്. സർക്കാർ കണക്കിൽ റവന്യൂ വകുപ്പിലൊക്കെ ഇപ്പൊ അത് പുറമ്പോക്കാന്നാ പറയണത്. എന്നിട്ട് അതുകൊണ്ട് അവരുടെ അശ്രദ്ധ കൊണ്ട് ഇപ്പൊ അത് വിൽക്കാൻ പറ്റണില്ല. സാർ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഈ റീസർവേ എന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന കസർത്തുകൾക്ക് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ്. അതിനെതിരെ നമുക്കൊരു പ്രസ്താവന നടത്തണം കേട്ടോ. അതൊന്ന് കുറിച്ച് വെക്കി. സാർ ആത്മാർത്ഥമായിട്ട് ഇതിലൊന്ന് ഇടപെടണം. അല്ല, അതിന്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലില്ലേ? രേഖകളൊക്കെ കത്തിപ്പോയില്ലേ ബോംബിട്ടപ്പോ? അതാണിപ്പോ പ്രശ്നം. ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെട്ട്? നമസ്കാരം.
ഞാൻ കാത്തിരിക്കുന്നു. എന്താ ലേറ്റ് ആയത്? ഫ്ലൈറ്റ് ഭയങ്കര ബ്ലോക്ക് വഴിക്കും ആ. ഫ്ലൈറ്റെല്ലാം കറക്റ്റ് വന്നു അതെ. ബ്ലോക്ക് ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ നമുക്ക് റൂം എടുക്കായിരുന്നു. പിന്നെ പത്രക്കാരായി അവരൊക്കെ അത് അറിഞ്ഞു. വേണ്ട. ആ പോയതേ നമ്മുടെ പാർട്ടിയുടെ ശത്രുവായിരുന്നു BDF-ന്റെ നേതാവ് രാഘവനല്ലേ? അതെ. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? അപ്പൊ ഇങ്ങള് സംഭവം എന്ന് പറഞ്ഞില്ല, നമ്മുടെ സത്യശീല സാറും സത്യശീല സാറിന്റെ ഇളയ മകനും രാഘവൻ സാറിന്റെ പാർട്ടി ലയിക്കാൻ പോവുക. അതിനോട് ചർച്ച നടക്കും. പിന്നെതാ നിങ്ങൾ നമ്മളെ പാർട്ടി ആയതുകൊണ്ട് പറയാന്ന്, നമ്മളെ സത്യശീല സാറിന്റെ ഇളയ മകന് കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാത്. എനിക്കിവിടെ ചോദിച്ചിട്ടും കുറച്ചിട്ടൊന്നും കാര്യമില്ല. സത്യശീല സാറ് ഇന്ന് വൈകുന്നേരം ഡൽഹിക്ക് പോകും. പിന്നെ 5-6 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ഒന്ന് കൂട്ടിട്ട് പോയി ഒന്ന് പോയി. സത്യശീലൻ കീ, രാഘവൻ കീ.